ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷോൻ്റെ പുതിയൊരു ലേണിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ആണ്. എന്താണ് റിലേറ്റീവ് സ്ട്രെങ്ത്? ആൻഡ് അതുപോലെ തന്നെ ഒരു ബെയർ മാർക്കറ്റിൽ നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്ട്രോങ് ആയ സ്റ്റോക്സിനെ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ റിലേറ്റീവ് സ്ട്രെങ്ത്തിൻ്റെ ഒരു റിലേറ്റീവ് സ്ട്രെങ്ത് സ്റ്റോക്കിനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്യണം നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യാൻ എന്നുള്ള ബേസിക് കോൺസെപ്റ്റ്സ് ഒക്കെയാണ് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഇനീഷ്യലി നമുക്ക് ഈ ഒരു സ്മോൾ ഡ്രോയിങ്ങിലൂടെ നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 എക്സാമ്പിൾസിലൂടെ പോയിട്ട് റിലേറ്റീവ് സ്ട്രെങ്ത് ഒന്നും കൂടെ നല്ല രീതിയിൽ അറിയാൻ ശ്രമിക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഡ്രോയിങ്ങിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡ്രോയിങ് ലെറ്റ്സ് ഇതൊരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെയാണ്. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്റ്റോക്ക്. ഓക്കെ, അതായത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ഇതാണ്. സോ മാർക്കറ്റ് ഓൾറെഡി ഇൻ എ ഡൗൺ ട്രെൻഡിലാണ്, അതായത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓൾറെഡി ഇൻ എ ഡൗൺ ട്രെൻഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ട്രേഡ്സ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത്തുള്ള സ്റ്റോക്സിനെ നോക്കി ഫിൽട്ടർ ചെയ്ത് അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അതിനെ വാച്ച് ലിസ്റ്റിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വൺസ് ദ മാർക്കറ്റ് സ്റ്റാർട്ട് മൂവിങ് അപ്പ്, നമുക്ക് ഈ റിലേറ്റീവ് സ്ട്രെങ്ത്തുള്ള സ്റ്റോക്സിനെ നമുക്ക് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. സോ ലെറ്റ്സ് ഇതൊരു മോസ്റ്റ് ഓഫ് ദി കേസസ് റിലേറ്റീവ് സ്ട്രെങ്ത് സ്റ്റോക്സ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കാരണം ലെറ്റ്സ് ഇതൊരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണെങ്കിൽ, ലൈൻ ചാർട്ടാണെങ്കിൽ, ഈ ഒരു സ്റ്റോക്ക് ഓൾറെഡി മാർക്കറ്റ് വീണുകൊണ്ടിരിക്കുന്നതിനൊപ്പം ഈ സ്റ്റോക്ക് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഒരു സ്റ്റോക്ക് ലോ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും ഈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തു. പക്ഷേ വീണ്ടും മാർക്കറ്റിൻ്റെ ഈ ഒരു ലോ കട്ട് ചെയ്ത് വേറൊരു ലോവർ ലോ ഉണ്ടാക്കിയപ്പോൾ ഈ സ്റ്റോക്ക് എന്താ ചെയ്തത്? ഈ ലോ സേവ് ചെയ്തിട്ട് ഒരു ഹയർ ലോ ഉണ്ടാക്കിയത് അല്ലേ? അതുപോലെ തന്നെ ഈ മാർക്കറ്റ് ഓൾമോസ്റ്റ് സെയിം ലോസിൽ വന്ന് നിന്നിട്ട്, അതായത് ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് ആ ലോവർ ലോവിൻ്റെ അടുത്ത് വന്ന്, അല്ലെങ്കിൽ ആ ലോവർ ലോസിൻ്റെ അടുത്ത് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുമ്പോൾ ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഓൾറെഡി ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തതാണ്. ആ സ്റ്റോക്ക് വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യാണ് അല്ലേ? സോ ബേസിക്കലി ആസ് കമ്പയർഡ് ടു ദ സ്മോൾ ക്യാപ്പ്, ഈ സ്റ്റോക്ക് ഓൾറെഡി അപ്പാണ്. അതായത് നമുക്ക് ഇവിടെ let's do this. ഓക്കെ, ഇതൊരു ലോ ആണ്, ഇതൊരു ഹയർ ലോ ആണ് സ്റ്റോക്കിൽ, റൈറ്റ്? ഹയർ ലോ. ആൻഡ് മാർക്കറ്റിൻ്റെ മാർക്കറ്റിൻ്റെ ഹയർ ലോ ഇവിടെയാണ്, റൈറ്റ്? വീണ്ടും മാർക്കറ്റ് ഈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മുടെ സ്റ്റോക്ക് ഓൾറെഡി ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സ്റ്റോക്ക് വീണ്ടും ഒരു രണ്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണ്. സോ ബേസിക്കലി ഈ ഒരു ഹയർ ലോൻ്റെ കൗണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി തരുന്നതാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? മാർക്കറ്റ് ഇവിടെ ലോവസ്റ്റിൽ കിടക്കുമ്പോൾ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഓൾറെഡി ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ആസ് കമ്പയർഡ് ടു ദ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്, നമ്മുടെ സ്റ്റോക്ക് ഓൾറെഡി ബ്രേക്കിംഗ് ഔട്ട് ഓഫ് ദ ബേസസ് ആൻഡ് ഇറ്റ്സ് അറ്റ് ദ ഹൈസ്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ 80H ഓൾ ടൈം ഹൈ, അല്ലെങ്കിൽ 52 വീക്ക് ഹൈ എന്ന് പറഞ്ഞാൽ 52 വീക്കിൻ്റെ ഹൈയിൽ അടുത്ത് വന്നിട്ട് ഇത് കൺസോളിഡേറ്റ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കൺസോളിഡേഷനിൽ നിന്ന് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ എക്സ്ട്രീംലി പവർഫുള്ളായ ബ്രേക്ക് ഔട്ട്സ് വരും. കാരണം ഓൾറെഡി മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ്, സ്റ്റോക്കും ഡൗൺ ട്രെൻഡിലാണ്. പക്ഷേ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിൽ നിന്ന് മാറുന്നതിനേക്കാളും മുന്നേ തന്നെ സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിൽ നിന്ന് മാറി സ്ട്രെങ്ത് കാണിച്ചു തുടങ്ങി. സോ മാർക്കറ്റ് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് എല്ലാ സ്റ്റോക്കിലും ഒരുമിച്ച് ഒരു സ്ട്രെങ്ത് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഈ ഒരു സ്റ്റോക്ക് നമ്മുടെ റേഡാറിലുണ്ടാവണം, നമുക്കിത് ട്രേഡ് ചെയ്യാനും പറ്റേണ്ടതാണ്, റൈറ്റ്? ഇപ്പം ഇങ്ങനെയുള്ള സ്റ്റോക്സിൽ കൂടുതൽ ആൽഫ നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ എക്സ്ട്രീം ഫാസ്റ്റ് മൂവ്സ് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇതാണ് റിലേറ്റീവ് സ്ട്രെങ്ത്തിൻ്റെ ബേസിക് കോൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് 1-2 ചാർട്ടുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. സോ മെയിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചാർട്ട് എന്ന് പറഞ്ഞാൽ അദാനി പവറിൻ്റെ ചാർട്ടാണ്. സോ ഇഫ് യു ഗോ ടു ദ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ
വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ ഫസ്റ്റ്. ഓക്കെ, ഇതൊരു വലിയൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷനാണ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ. അതുപോലെ തന്നെ ഡെയിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഞാനിവിടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും പാരലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെയിലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു കപ്പിൻ്റെ ഹാൻഡിൽ വീക്കിലിയിലെ കപ്പിൻ്റെ ഹാൻഡിലിനകത്ത് ഉള്ള പ്രൈസ് ആക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ട്രോങ് മൂവ്സ് ഒക്കെ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് സ്ലോലി താഴത്തേക്ക് ഡ്രിപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്റ്റോക്കിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. ഈ ലോ, ഈ ലോ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ ലോ ഇതായിരുന്നു. സോ മാർക്കറ്റ് അതിനുശേഷം, അതായത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് അതിനുശേഷം ഈ ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും മൾട്ടിപ്പിൾ ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ ആ സമയത്ത് അദാനി പവർ എന്താണ് ചെയ്തത്? ഒരു ഹയർ ലോ ആണ് ക്രിയേറ്റ് ചെയ്തത്, അല്ലേ? ഇപ്പം ഈ ഒരു ലെവലിൽ ഈ ഒരു ഹയർ ലോ, ഈ ഒരു ലോ ഓഫ് അദാനി പവർ നോക്കുകയാണെങ്കിൽ ഇത് ഈ ഒരു ലോയിന് മുകളിലാണ്. പക്ഷേ മാർക്കറ്റിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. മാർക്കറ്റ് വീണ്ടും വീണുകൊണ്ടിരിക്കുകയാണ്, ആ ലോയിന് താഴത്തേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു ലോ വേണമെങ്കിൽ ഇതും ഒരു ലോ. അതുപോലെ തന്നെ ടൈറ്റ് കൺസോളിഡേഷനാണ് അദാനി പോർട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു മേജർ സപ്ലൈ ഏരിയ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം മോസ്റ്റ് ഓഫ് ദ പ്രൈസ് ആക്ഷൻ ഇതിൻ്റെ താഴെയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ഹയർ ലോസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ലോവർ ലോസ് ആണ്, ഹയർ ലോസ് സ്റ്റോക്സിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ്, അതായത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ ലോവർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആസ് സൂൺ ആസ് ഇതൊരു 10 പീരീഡ് മൂവിങ് ആവറേജ് ആയിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. ആസ് സൂൺ ആസ് മാർക്കറ്റ് ഈ 10 പീരീഡ് മൂവിങ് ആവറേജിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ആ സമയത്ത് തന്നെ സ്റ്റോക്ക് ഒരു എക്സ്ട്രീംലി പവർഫുൾ ബ്രേക്ക് ഔട്ട് ഇതാ ഇവിടെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആ ഒരു ബ്രേക്ക് ഔട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് 40-45% മൂവ് ആണ് നമുക്ക് സ്ട്രെയിറ്റ് 21-22 ഡേയ്സിൽ കിട്ടിയത്. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എത്ര ശതമാനം മൂവ് ചെയ്ത് ഇവിടുന്ന്? 17% 20 ഡേയ്സിൽ. പക്ഷേ ഈ ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തത് 46% ആണ് ഇൻ എ മാറ്റർ ഓഫ് 20 ഡേയ്സ്. സോ ദിസ് ഈസ് ദ പവർ ഓഫ് റിലേറ്റീവ് സ്ട്രെങ്ത്. സോ റിലേറ്റീവ് സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്സിനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഇത് തന്നെയാണ്. കാരണം മാർക്കറ്റ് മോശമാവുമ്പോൾ ആ സ്റ്റോക്സ് താഴത്തേക്ക് പോവാതെ സൈഡ് വേസ് ആയിട്ട് നിൽക്കും. എന്നിട്ട് അതിന് ശേഷം മാർക്കറ്റ് നന്നാവുമ്പോൾ, അതായത് മാർക്കറ്റ് ഒരു പ്രോപ്പറായിട്ടൊരു മൂവിങ് ആവറേജ് മുകളിലേക്ക് വന്ന് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള സ്റ്റോക്സുകൾ എക്സ്ട്രീംലി ഫിയേഴ്സ് ബ്രേക്കൗട്ട് തന്നിട്ട് ഫാസ്റ്റായിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യും. സോ ഇതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന കോൺസെപ്റ്റ്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ഇറ്റ്. മേ ബി നമുക്ക് വേറെയും സ്റ്റോക്സ് എടുത്ത് നോക്കാം. മേ ബി BSE ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ BSEയിലേക്ക് വരികയാണെങ്കിൽ സെയിം കോൺസെപ്റ്റ്സ് ഇവിടെ ആവും നോക്കാം. ഓൾറെഡി എല്ലാ മൂവിങ് ആവറേജ്, ഇപ്പോൾ 200 പീരീഡ് മൂവിങ് ആവറേജിന് താഴെ പോയിട്ടില്ല BSE. നിഫ്റ്റി സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഓൾറെഡി എല്ലാത്തിനും താഴെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഓൾറെഡി ഓൾ ടൈം ഹൈന് അടുത്താണ്. അതായത് ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന സ്ഥലം BSEൻ്റെ ഇതാണ്, അല്ലേ? സോ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ 10% വിത്തിൻ ഓൾ ടൈം ഹൈ ആണ്. അത് വളരെ നല്ലൊരു കാര്യമാണ് ആസ് ഫാർ ആസ് എ സ്റ്റോക്ക് ഈസ് കൺസേൺ. കാരണം മാർക്കറ്റ് ഓൾറെഡി ഇതാണ് ഓൾ ടൈം ഹൈയിൽ നിന്ന് 17% താഴെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ BSE എന്ന് പറയുന്ന സ്റ്റോക്ക് വെറും 10% മാത്രമേ ഓൾ ടൈം ഹൈ നിന്ന് ദൂരെയുള്ളൂ. പിന്നെ നമുക്ക് സെയിം അനാലിസിസ് നമുക്കൊന്ന് ചെയ്തു നോക്കാം. നമ്മൾ അദാനി പവറിൽ ചെയ്തിരുന്ന അതേ സെയിം അനാലിസിസ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഈ ഒരു ലോ, സ്മോൾ ക്യാപ്പിൻ്റെ ഈ ഒരു ലോ കണ്ടോ? ഈ ഒരു ലോ ആണ് BSEൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലോ ഈ ഒരു ടോട്ടൽ പ്രൈസ് ആക്ഷനിൽ. പക്ഷേ ഈ ഒരു ലോന് ശേഷം BSE ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് എന്താ ചെയ്യുന്നത്? ഈ ഒരു ഹയർ ലോ ഇവിടെ ഓൾമോസ്റ്റ് ഈ ലോന് വന്ന് ഈ ഒരു ലോനെ വന്ന് ടെസ്റ്റ് ചെയ്തു. അതിന് ശേഷം വീണ്ടും BSE ഹൈയിലേക്ക് പോയപ്പോൾ ഇവിടെ വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും BSE ഹൈയിലേക്ക് പോയപ്പോൾ വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും BSE വീണ്ടും ഈ ഒരു ലോ
ബ്രേക്ക് ചെയ്യാൻ നിന്നപ്പോൾ ഓൾറെഡി വീണ്ടും ഇവിടെ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വേറൊരു ലോ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ലോനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടും ഇവിടെ നിന്നു. അതിനുശേഷം BSE നല്ല രീതിയിൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. മൂവ്മെൻറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ BSE ബ്രേക്ക് ഔട്ട് ചെയ്തു അല്ലേ. BSE ഇതാ ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ട്രെൻഡ് ഇങ്ങനെയായിരുന്നു, റൈറ്റ്. നമ്മുടെ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് ഇതാ ഇങ്ങനെ മുകളിലേക്കായിരുന്നു. പക്ഷേ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ട്രെൻഡ് ഒബ്വിയസ്ലി താഴത്തേക്കായിരുന്നു. ഈ ഒരു ഡൈവേർജൻസ് തന്നെയാണ് നമുക്ക് റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് വിളിക്കാൻ പറ്റുന്നത് ഡെഫിനറ്റ്. പിന്നെ അതിന് ശേഷം ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്മോൾ ഇൻഡെക്സ് ഈ എല്ലാം മൂവിങ് ആവറേജിന് മുകളിലേക്ക് പോയി സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ സ്ട്രോങ് ബ്രേക്ക് ഔട്ടിന് ശേഷം ഒരു 35% മൂവ് വിത്തിൻ 25 days. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിലേറ്റീവ് സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്സ് മോശം ട്രെൻഡിലുള്ള അല്ലെങ്കിൽ മോശം പെർഫോമൻസ് സ്റ്റോക്സ് നിന്ന് മാറിയിരിക്കാൻ നമുക്ക് പറ്റും. ഹോപ്പ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ലേണിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.